നമസ്കാരം, ഞാൻ ഡോക്ടർ ആർഷ പി ആനന്ദ്, ആയുർകെയർ ആയുർവേദിക് ക്ലിനിക് ആൻഡ് പഞ്ചകർമ്മ സെന്ററിലെ ചീഫ് ഫിസിഷ്യൻ ആണ്. നമ്മുടെ 6 ഋതുക്കളിൽ വർഷ ഋതുവിലെ ജൂലൈ ഓഗസ്റ്റ് മാസത്തിന്റെ മധ്യത്തിലായി വരുന്ന 30 ദിവസമാണ് നമ്മൾ കർക്കിടക മാസമായിട്ട് പറയുന്നത്. ഗ്രീഷ്മ ഋതുവിൽ നിന്നും വർഷ ഋതുവിലേക്ക് കടക്കുമ്പോഴുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങളും അന്തരീക്ഷത്തിലെ കുറഞ്ഞ താപനിലയും ഒക്കെ നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാറുണ്ട്. നമ്മളുടെ അഗ്നിബലം കുറയ്ക്കുകയും അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരം കൃത്യമായ രീതിയിൽ ദഹിക്കാതെ ഇരിക്കുകയും ഇത് ശരീര ബലത്തെയും ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തിയും ഒക്കെ ബാധിക്കുന്ന ഒരു സമയം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആയുർവേദ രീതിയിൽ പറയുകയാണെങ്കിൽ 3 ദോഷങ്ങൾ, അതായത് ത്രിദോഷങ്ങൾ, വാദം, പിത്തം, കഫം, ഇവയ്ക്ക് മൊത്തത്തിലൊരു വർധനവുണ്ടാവുകയും അതിൽ തന്നെ വാതവൃത്തി കാരണം നമ്മളുടെ വീട്ടിലെ അമ്മമാർക്കൊക്കെ ശരീരം മുഴുവൻ എല്ലാ സന്ധികളിലും വേദനയുള്ളവർക്കൊക്കെ ആ വേദന അധികരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതോടൊപ്പം നാഡികൾക്കും ഞരമ്പുകൾക്കും ഒക്കെ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവുക, അസ്ഥി തേയ്മാനത്തിനും അസ്ഥിക്ഷയത്തിനും ഒക്കെ കാരണമാകുന്ന ഒരു സമയം കൂടിയാണ് കർക്കിടക മാസം. കർക്കിടക മാസത്തിൽ ചിട്ടയായ ഭക്ഷണക്രമത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട്. ലഘുവായതും സമീകൃതമായതുമായ ആഹാരങ്ങൾ ശീലിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ പൊതുവെ അന്തരീക്ഷത്തിൽ നല്ല തണുപ്പും പുറത്ത് നല്ല കോരി ചൊരിയുന്ന മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മളുടെ വീട്ടിലെ കുട്ടികൾക്കും പ്രായമായവർക്കും ഒക്കെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങള്, ചുമ, തുമ്മൽ, അലർജി, അതുപോലെ ജലജന്യ രോഗങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും ദഹിക്കാൻ എളുപ്പമുള്ളതും അതുപോലെ നല്ല ചൂടുള്ളതുമായ ആഹാരങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കാനായിട്ടും ശ്രദ്ധിക്കുക. നമ്മളുടെ കർക്കിടക മാസത്തില് ആയുർവേദ ചികിത്സകൾ പോലെ തന്നെ വളരെയധികം പ്രാധാന്യമുള്ള മറ്റൊന്നാണ് കർക്കിടക കഞ്ഞി. ചില പ്രത്യേകതരം ഔഷധ കൂട്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തയ്യാറാക്കിയെടുക്കുന്ന ഔഷധ കഞ്ഞി കുടിക്കുന്നത് നമ്മളുടെ ഈ ഒരു കർക്കിടക മാസത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ശരീരബലം തിരിച്ചു പിടിക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി കൈവരിക്കുന്നതിനും രോഗങ്ങളിൽ നിന്നൊക്കെ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ നമ്മളുടെ ബോഡിയെ പ്രാപ്തമാക്കുന്നതിനും ഒക്കെ സഹായമാകാറുണ്ട്. നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയും ഭൂപ്രകൃതിയും ഒക്കെ അനുസരിച്ചുകൊണ്ട് ആയുർവേദ ചികിത്സകൾ ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ സമയം ഈ ഒരു കർക്കിടക മാസം തന്നെയാണ്. ഇവിടെ നമ്മൾ ആയുർകെയർ ആയുർവേദ ഹോസ്പിറ്റലിൽ എല്ലാ രീതിയിലുമുള്ള ആയുർവേദ ചികിത്സാ രീതികളും പഞ്ചകർമ്മ ചികിത്സകളും ഒക്കെ ഈ ഒരു കർക്കിടക മാസത്തിൽ ചെയ്യുന്നുണ്ട്. എല്ലാ രീതിയിലുമുള്ള കിഴികൾ, അതായത് ഇലക്കിഴി, പൊടിക്കിഴി, ഞവരക്കിഴി, ഞവര തേപ്പ് തുടങ്ങിയവയും, അതേപോലെ അഭ്യംഗം, ഒഴിച്ചിൽ, പിഴിച്ചിൽ തുടങ്ങിയ വസ്തി തുടങ്ങിയ ട്രീറ്റ്മെന്റുകളും, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ രോഗങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിലുള്ള രക്തമോക്ഷണം, കപ്പിംഗ് തെറാപ്പി തുടങ്ങിയ ചികിത്സാ രീതികളും ഒക്കെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇനിയുള്ള ഒരു വർഷത്തേക്കുള്ള ആരോഗ്യവും സംരക്ഷണത്തിനും രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും ഒക്കെ വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുമുള്ള ചികിത്സകൾ ചെയ്യാനുള്ള ഏറ്റവും ഉത്തമമായ സമയം ഈ ഒരു കർക്കിടക മാസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മടിക്കാതെ മറ്റ് എല്ലാ തിരക്കുകളും മാറ്റി വെച്ചുകൊണ്ട് തന്നെ ഇത്തരം ചികിത്സാ രീതികൾക്കായിട്ട് കുറച്ച് സമയം നമുക്ക് നമ്മളുടെ ശരീരത്തിന് വേണ്ടി കൂടി മാറ്റിവെക്കാം.